ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബസ് ഫാഷൻ സെലിബ്രേറ്റ് യു. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തീരദേശ റോഡിന്റെ ഒരു ഭാഗം കൂടി ഗതാഗത യോഗ്യമാവുകയാണ്. വെങ്ങള മുതൽ പൊന്നാനി വരെയുള്ള നിർദ്ദിഷ്ട പാതയിൽ കോതി ഭാഗത്തെ പാലവും അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമായതോടെ നഗര ഗതാഗത കുരുക്കിന് ചെറിയൊരു മോചനവുമായിരിക്കുകയാണ്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി അപ്രോച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടും CBI അന്വേഷണത്തിന് സർക്കാർ കാലതാമസം വരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. സംസ്ഥാനത്ത് ഭരണമില്ലെന്നും സർവത്ര വികസന മുരടിപ്പാണെന്നും P കരുണാകരൻ MP. KMCSU സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കാത്തിരിപ്പിന് അറുതിയാവുന്നു. കോതി അപ്രോച്ച് റോഡ് 25-ന് ജനങ്ങൾക്കായി തുറക്കും. വാർത്തകൾ വിശദമായി. മലബാർ സിമന്റ്സ് അഴിമതിയുടെ കാര്യത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ സംഭവം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഇനിയും താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ചോദിച്ചു. ഇരു മുന്നണികൾ തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ തുടർച്ചയാണിതെന്ന് സംശയിക്കുന്നതായും മുരളീധരൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലബാർ സിമന്റ്സിലെ അഴിമതിയെ സംബന്ധിച്ചും അവിടെ ഫൈനാൻസ് ഓഫീസറായിരുന്ന ശശീന്ദ്രന്റെ കൊലപാതകത്തെ സംബന്ധിച്ചുമുള്ള അന്വേഷണത്തിലെ പുതിയ വിവരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരികയുണ്ടായി. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീമിന്റെ ഈ അഴിമതിയിലുള്ള പങ്ക് വ്യക്തമാക്കുന്ന മൊഴിയാണ് പുറത്തുവന്നത്. അതിനെ തുടർന്ന് KPCC പ്രസിഡന്റും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും എളമരം കരീമിന് കോഴ കൊടുത്തതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം CBIയെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി. കോട്ടയത്ത് അപകടത്തിനിടയാക്കിയ തന്റെ സ്വകാര്യ വാഹനത്തിൽ ബീക്കണും നെയിം ബോർഡും വെച്ചത് നിയമം അത്തരത്തിൽ അനുശാസിക്കുന്നതിനാലാണെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. അമിത വേഗതയിലല്ല വാഹനമോടിച്ചതെന്നും യാദൃശ്ചികമായാണ് സംഭവമുണ്ടായതെന്നും മന്ത്രി വികാരഭരിതനായി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. എനിക്ക് അവിടെ നിന്ന് നീങ്ങണമെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് വണ്ടിയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ആ വണ്ടി യൂസ് ചെയ്യുക, അതിൻ്റെ ഓർഡർ കൂടി ഉണ്ട്. പക്ഷെ യൂസ് ചെയ്യുമ്പം നിങ്ങൾ ലൈറ്റ് പിടിപ്പിച്ചിരിക്കണം, ഫ്ലാഗ് വെച്ചിരിക്കണം. പ്രൈവറ്റ് വണ്ടി പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൽ ലൈറ്റും ബീക്കണും ഇതും ഇല്ലാതെ ഞാൻ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ സഞ്ചരിച്ച് ആക്സിഡന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കഥയായിരിക്കും ഉണ്ടാക്കുക? കേരളത്തിൽ ഇപ്പോൾ ഭരണമില്ലെന്നും സമസ്ത മേഖലകളിലും വികസന മുരടിപ്പാണെന്നും P കരുണാകരൻ MP. പൊതുവിദ്യാഭ്യാസം നാഥനില്ലാ കളരിയായിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ 48ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു P കരുണാകരൻ. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ 48ാം സംസ്ഥാന സമ്മേളനത്തിനാണ് കോഴിക്കോട് ടാഗോർ സെന്ററി ഹാളിൽ തുടക്കമായത്. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കാസർകോട് MPയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ P കരുണാകരൻ നിർവഹിച്ചു. കേരളത്തിൽ ഇപ്പോൾ ഭരണമില്ലെന്നും സമസ്ത മേഖലകളിലും വികസന മുരടിപ്പാണ് അനുഭവപ്പെടുന്നതെന്നും MP പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം നാഥനില്ലാത്ത കളരിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാഭ്യാസം നിലനിൽക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് വലിയ പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കാൻ വേണ്ടി കഴിയത്തില്ല, വൻകിടക്കാരെ പോലെ പഠിപ്പിക്കാൻ കഴിയത്തില്ല. ആ പൊതുവിദ്യാഭ്യാസം തകർക്കപ്പെടുകയാണ് ഇവിടെ ഇപ്പോഴും.
അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പരീക്ഷ എഴുതാത്ത ആളുകൾക്കും പരീക്ഷ പാസ്സാവും. എഴുതാത്ത വിഷയത്തിൽ തന്നെ മാർക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മിസ്മാനേജ്മെന്റ് യൂണിവേഴ്സിറ്റി തലത്തിലായാലും ഗവൺമെന്റ് തലത്തിലായാലും നാഥനില്ലാത്ത കളരിയായിട്ട് ഏറ്റവും ശക്തമായി നിന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം. KMCSU സംസ്ഥാന പ്രസിഡന്റ് എ ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ ചന്ദ്രമാശർ സ്വാഗതം പറഞ്ഞു. MLA എ പ്രദീപ് കുമാർ, മേയർ പ്രൊഫസർ AK പ്രേമജം, ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E പ്രേംകുമാർ, KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീശൻ, KGOA സംസ്ഥാന സെക്രട്ടറി C സുരേശൻ, KSCE സെക്രട്ടറി SS ദീപു, കേരള PSC എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി VB മനുകുമാർ, ബെഫി ജനറൽ സെക്രട്ടറി CJ നന്ദകുമാർ, AKGCT സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഓമന തങ്കൻ, AKPCTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു, KLSSA പ്രസിഡന്റ് ഗോപകുമാർ, KGNA പ്രസിഡന്റ് P ഉഷാദേവി, സ്വാഗത സംഘം ജനറൽ കൺവീനർ B സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന് വർഗീയതയ്ക്കെതിരെ അവൻഗാർഡ് പൊതുചിത്ര രചനയോടെ തുടക്കമായി. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ മാനാഞ്ചിറ പരിസരത്ത് ചിത്രം വരച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 22 മുതൽ 27 വരെ വിവിധ പരിപാടികളോടെയാണ് സമ്മേളനം നടക്കുന്നത്. ഈ മാസം 24 മുതൽ 27 വരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ഛായാചിത്രജാഥയും വൈക്കത്തു നിന്നുള്ള പതാകജാഥയും കാസർകോട്ട് നിന്ന് ആരംഭിക്കുന്ന കൊടിമരജാഥയും നെന്മാറയിൽ നിന്നുള്ള ദീപശിഖാ പ്രയാണവും 24 തീയതി കോഴിക്കോട് ബീച്ചിൽ സമാപിച്ച് സമ്മേളനത്തിന് പതാക ഉയർത്തും. 24-ന് 11 മണിക്ക് സാംസ്കാരിക സമ്മേളനം KP കേശവമേനോൻ ഹാളിൽ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യും. കൽപ്പറ്റ നാരായണൻ, VR സുധീഷ്, ജോയ് മാത്യു, UK കുമാരൻ, KP സുധീര തുടങ്ങിയവർ പങ്കെടുക്കും. 25-ന് യുവരാഷ്ട്രീയത്തിന്റെ പുത്തൻ മാനങ്ങൾ എന്ന വിഷയത്തിലുള്ള സെമിനാർ 4 മണിക്ക് ടൗൺ ഹാളിൽ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഉദ്ഘാടനം ചെയ്യും. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP, KM ഷാജി MLA തുടങ്ങിയവർ പങ്കെടുക്കും. 26-ന് 1 ലക്ഷം യുവാക്കളെ അണിനിരത്തി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. കോൺഗ്രസ് നേതാക്കളായ AK ആന്റണി, വയലാർ രവി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കോതിപ്പാലം അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. സ്ഥലം വിട്ടുകിട്ടാത്തത് കാരണം മുടങ്ങിയിരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയായിരുന്നു. ഒന്നും രണ്ടുമല്ല, 19 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കോതിപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാകുന്നത്. പാലം നിർമ്മിച്ചിട്ടും റോഡില്ല എന്നതായിരുന്നു ഇത്രയും കാലം പ്രദേശത്തെ അവസ്ഥ. കോഴിക്കോട് സൌത്ത് ബീച്ച് മുതൽ ചക്കുംകടവ് വരെ 2 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു റോഡ് വേണ്ടിയിരുന്നത്. എന്നാൽ റോഡിനായുള്ള സ്ഥലം വിട്ടു നൽകാൻ പരിസരവാസികൾ മടിച്ചു നിന്നപ്പോൾ റോഡിന്റെ നിർമ്മാണവും നീണ്ടുപോവുകയായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രദേശത്തെ MLA കൂടിയായ മന്ത്രി ഡോക്ടർ MK മുനീർ പ്രത്യേക താൽപര്യമെടുത്താണ് ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം 25-ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കോതി പരിസരത്ത് പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിക്കുമെന്ന് മന്ത്രി MK മുനീർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 കിലോമീറ്റർ നീളം വരുന്നതാണ്. ഇതോടുകൂടി ആ 2 ഭാഗവും കണക്റ്റഡായി. പയ്യാനക്കൽ ഭാഗവും ഈ കുറ്റിച്ചിറയുടെ അല്ലെങ്കിൽ ഈ തെക്കേപ്പുറം എന്ന് പറയുന്ന ഭാഗവും തമ്മിൽ കണക്റ്റഡായി. ഇതോടുകൂടി 14 കോടി രൂപ ചെലവിലാണ് കോതിപ്പാലം അപ്രോച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന വെങ്ങളം പൊന്നാനി തീരദേശപാതയുടെ ഭാഗം കൂടിയാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്ന ഈ റോഡ്. ഉദ്ഘാടന ചടങ്ങിൽ കോഴിക്കോട് മേയർ പ്രൊഫസർ AK പ്രേമജം, MK രാഘവൻ MP, MLA-മാരായ എളമരം കരീം, A പ്രദീപ് കുമാർ, AK ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്തകളിൽ ഒരിടവേള. Globus Fashion, celebrate you. Globus, a division of Grandmart Group of Companies. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. നിറനിറയായി
സർപ്രൈസസ് വരിവരിയായി വണ്ടേഴ്സ് താളം തട്ടി മേളം കൊട്ടി ഗോയാങ് ഹാവ് ഫൺ കണ്ണിറയിൽ ബിഗ് സെൻസേഷൻസ് കാണാം യൂത്ത് സെലിബ്രേഷൻസ് ഗോയാങ് കല്യാൺ സിൽക്സ് യൂത്ത് ഫെസ്റ്റിവൽ ലക്ഷക്കണക്കിന് ശ്രേണികൾ 500-ലധികം യൂത്ത് ബ്രാൻഡുകൾ വർണ്ണ മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ബഹുവിധ ശേഖരവുമായി വേറിട്ട പ്രദർശനം കോഴിക്കോട്ട് ഗോൾഡ് ഫിഷ് 2015 മാനാഞ്ചിറ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ. ലോകസുന്ദരി പക്ഷി മക്കാവ്, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഗ്രേ പാരറ്റ്, വിസ്മയമേകുന്ന വിദേശ കോഴികൾ, മനുഷ്യ ശബ്ദത്തിൽ കരയുന്ന ടൈൽ കാറ്റ്, ചൈനീസ് ആരാധനാ മത്സ്യം അരോണ, കണ്ണുകൾക്കും കാതുകൾക്കും വിസ്മയമേകി കോംപ്ലക്സ് ഗ്രൗണ്ടിൽ പ്രദർശനം തുടരുന്നു. ഗോൾഡ് ഫിഷ് 2015 പ്രദർശനം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ. വാർത്തകൾ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് കടപ്പുറത്ത് രാജീവ് ഗാന്ധിയുടെ കൂറ്റൻ മണൽ ശില്പം നിർമ്മിച്ചു. മണലിൽ പ്രത്യേകതരം പശ ചേർത്ത് ചിത്രകാരനും ശില്പിയുമായ ഗുരുകുലം ബാബുവാണ് 10 അടി വലിപ്പമുള്ള അർദ്ധകായ ശില്പം തീർത്തത്. സമ്മേളനം പൂർത്തിയാകും വരെ ഇത് സംരക്ഷിച്ചു നിർത്തും. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മണൽ ശില്പം തീർത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന സമ്മേളന പ്രചരണത്തിന് തുടക്കം കുറിച്ചു. 22-ന് ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ബീച്ച് ആശുപത്രിക്ക് മുൻവശം കടപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് ലോക്സഭാ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ മണൽ ശില്പം തീർത്തത്. 10 അടിയിലുള്ള അർദ്ധകായ ശില്പമാണ് ശില്പി ഈയാടി CCUP സ്കൂൾ ചിത്രകലാധ്യാപകൻ ഗുരുകുലം ബാബു തീർത്തത്. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം എന്നതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ശില്പം ഉണ്ടാക്കിയത്. രാജീവ് ഗാന്ധിയുടെ ചിരിക്കുന്ന മുഖവും ഷാളും കോട്ടുമുള്ള ശില്പമാണ് ഒരുക്കിയത്. മണലിൽ പ്രത്യേകം പശ ചേർത്താണ് ശില്പം തയ്യാർ ചെയ്തത്. ദിവസങ്ങളോളം ഉടയാതെ നിൽക്കുമോ എന്നുള്ള പരീക്ഷണമാണിതെന്നും ശില്പി വിശദീകരിച്ചു. യൂത്ത് കോൺഗ്രസ് ലോക്സഭാ മണ്ഡലം സെക്രട്ടറിമാരായ ഷാജി മുണ്ടക്കൽ, രമ്യ ഹരിദാസ് എന്നിവരും ഷിഹാബ് പയ്യാനക്കൽ, സത്യൻ പുതിയാപ്പ, മിഥുൻ മാവൂർ, അതുൽ എരഞ്ഞിപ്പാലം, ധനേഷ് കരുവശ്ശേരി, ശ്രീകുട്ടൻ, ഷെഫീഖ്, നൌഷാദ് തുടങ്ങിയവരും ശില്പനിർമ്മാണത്തിൽ സഹായിച്ചു. ഇവരെല്ലാം ചേർന്നാണ് മണൽ കൂട്ടിയതും കടലിൽ നിന്ന് വെള്ളമെത്തിച്ചതും. കൂടാതെ ശില്പിയുടെ നിർദ്ദേശപ്രകാരം മിനുക്കുപണികളും ഇവർ സഹായിച്ചു. യൂത്ത് കോൺഗ്രസ് സമ്മേളനം കഴിയും വരെ ശില്പം സൂക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നേതൃത്വം വ്യക്തമാക്കി. ശില്പത്തിന് ചുറ്റും കോൺഗ്രസ് പതാക നാട്ടിയും വേലി തീർത്തിട്ടുണ്ട്. പന്തലിട്ട് സംരക്ഷിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി അർദ്ധനാരി, സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത്, INDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ, PP നൌഷീർ, M ധനീഷ് ലാൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. മലയാളിയുടെ ഭക്ഷണശീലത്തിൽ നിന്നും വഴിമാറിപ്പോയ നാടൻ അടുക്കള വിഭവങ്ങളെ നഗരവാസികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മ. മെയ് 22 മുതൽ 25 വരെ കോഴിക്കോട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അടുക്കള എന്ന പേരിൽ നാടൻ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേയർ AK പ്രേമജം ചക്ക മുറിച്ച് മേള ഉദ്ഘാടനം ചെയ്തു. മലയാളിയുടെ ഭക്ഷണശീലത്തിൽ നിന്ന് സീസൺ ഭക്ഷണം പടിയിറങ്ങിയതാണ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമായതെന്ന തിരിച്ചറിവിലാണ് കോഴിക്കോട്ടെ ജൈവ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മ ഗ്രീൻ വ്യൂ ഇതിനു പരിഹാരമെന്ന നിലയിലും പഴയകാല സീസൺ ഭക്ഷണങ്ങൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ഗ്രീൻ വ്യൂ നാടൻ ഭക്ഷണമേളയായ അടുക്കള ഒരുക്കുന്നത്. മെയ് 22 മുതൽ 25 വരെ കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അടുക്കള തയ്യാറാക്കിയിരിക്കുന്നത്. ചക്ക മുറിച്ചുകൊണ്ട് അടുക്കള ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. ചടങ്ങിൽ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ, കൌൺസിലർ P കിഷൻ ചന്ദ്, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരിദൂർ, ബേക്ക് സംസ്ഥാന ട്രഷറർ MP രമേശ്, അഡ്വക്കേറ്റ് P കുമാരൻകുട്ടി, ഗ്രീൻ വ്യൂ പ്രസിഡന്റ് MP റജിൽ കുമാർ, മുല്ലോളി ചന്ദ്രശേഖരൻ എന്നിവർ സംബന്ധിച്ചു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന നാടൻ ഭക്ഷ്യമേളയിൽ മലയാളിയുടെ തീന്മേശയിൽ നിന്ന് മറഞ്ഞുപോയ ഭക്ഷണങ്ങളാണ് ലഭ്യമാക്കുന്നത്. മലയാളിയുടെ ഭക്ഷണശീലത്തിൽ നിന്ന് തന്നെ വഴിമാറിപ്പോയ തേങ്ങാപ്പൽ ഒഴിച്ച കഞ്ഞിയും കാന്താരിമുളകിന്റെ ചമ്മന്തിയും കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, പുഴ മത്സ്യങ്ങൾ, ഷാപ്പുകറികൾ, ചക്ക വരട്ടിയത്, ചക്ക ഹൽവ, തഴുതാമയും ചീരയും ചേർത്ത പുട്ടുകൾ, തഴുതാമ തോരൻ, നാടൻ കോഴിയുടെ ഇറച്ചിക്കറി, കൃത്രിമ നിറങ്ങൾ ചേർക്കാത്ത അച്ചാറുകൾ, ചക്കയും പഴങ്ങളും ചേർത്തുണ്ടാക്കിയ ജാം, സ്ക്വാഷുകൾ എന്നിവയെല്ലാം മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ശുദ്ധമായ നീര തണുപ്പിച്ച് മൺകുടത്തിലാക്കി പ്രകൃതിദത്തമായ രീതിയിൽ നൽകുന്നു എന്നതും ഈ ഭക്ഷ്യമേളയുടെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ്. രാവിലെ 11 മുതൽ രാത്രി 10 വരെയാണ് അടുക്കള പ്രവർത്തിക്കുക. മാഹിയിൽ നിന്നും വിദേശമദ്യം കടത്താൻ ശ്രമിച്ചയാൾ എക്സൈസ് പിടിയിലായി. എടച്ചേരി സ്വദേശിയെ 345 കുപ്പി വിദേശമദ്യം സഹിതം എക്സൈസ് ഇൻസ്പെക്ടർ ബൈജൂൺ സംഘവുമാണ് കസ്റ്റഡിയിലെടുത്തത്. മുൻപും ഇത്തരത്തിൽ മദ്യക്കടത്തിന് ഇദ്ദേഹം പിടിയിലായിരുന്നു. സുനിൽകുമാറിനെ റിമാൻഡ് ചെയ്തു.
കാറിൽ വിദേശമദ്യം കടത്തുന്നതിനിടെ ഒരാളെ വടകര എക്സൈസ് സംഘം പിടികൂടി. എടച്ചേരിയിലെ തൈക്കാട്ട് സുനിൽകുമാറിനെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കലിൽ നിന്നും 345 കുപ്പി വിദേശമദ്യം പിടിച്ചെടുത്തു. മാഹിയിൽ നിന്ന് KL14E 1060 നമ്പർ മാരുതി കാറിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു മദ്യമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മദ്യക്കടത്തിന് മുൻപും ഇയാൾ പിടിയിലായിരുന്നു. ഇത് വിൽപ്പനക്കാർക്ക്, ചില്ലറ വിൽപ്പനക്കാർക്ക് എത്തിക്കുന്നതിനും കല്യാണ വീട്ടിലേക്കുള്ള കൊണ്ടുപോകുന്നതാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. പ്രതി നേരത്തെയും കേസിൽ ഉൾപ്പെട്ടുള്ള ആളാണ്. അപ്പം ഇതാർക്കാണ് കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം കൂടെ നടക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാറുകൾ പൂട്ടിയതോടെ മാഹിയിൽ നിന്നും മദ്യം കേരളത്തിലേക്ക് ഒഴുകുന്നത് തടയാൻ റെയ്ഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റെയ്ഡ് കർശനമാക്കിയിരിക്കുകയാണ്. അഴിയൂരിലെ ദേശീയപാതയിൽ നിന്നും കിഴക്കോട്ടുള്ള 3ാം ഗേറ്റിൽ നിന്നുമാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ RN ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൌരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പദ്ധതിയുടെ ചുവടുപിടിച്ച് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ മികച്ച മുന്നേറ്റം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി വഴി 31,000-ഓളം പേർക്കാണ് ബാങ്ക് ഇതിനകം അക്കൌണ്ട് നൽകിയിരിക്കുന്നത്. ബാങ്കിംഗ് ധനികരുടെ മാത്രം രീതിയായിരുന്ന കാലം ഏതാണ്ട് അസ്തമിച്ചിരിക്കുന്നു. ഇടത്തരക്കാരും സാധാരണക്കാരും പാവപ്പെട്ടവരുമെല്ലാം ഇപ്പോൾ ബാങ്കിങ്ങിന്റെ ഭാഗമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ജൻധൻ യോജന പദ്ധതി ഇത്തരത്തിൽ സാധാരണ പൌരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി മാറുകയാണ്. ഈ സീറോ ബാലൻസ് അക്കൌണ്ട് പദ്ധതിയുടെ ചുവട് പിടിച്ച് എല്ലാ വീട്ടിലും ജില്ലാ സഹകരണ ബാങ്ക് അക്കൌണ്ട് എന്ന പദ്ധതിയിലൂടെ ബാങ്കുകളുടെ സാമൂഹിക ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്. പദ്ധതി പ്രഖ്യാപിച്ച് 10 മാസത്തിനകം 31,000-ഓളം അക്കൌണ്ടുകളാണ് കോഴിക്കോട് കല്ലായി റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്ക് തുറന്നിരിക്കുന്നത്. അതായത് ബാങ്കിംഗ് സൌകര്യങ്ങളുടെ വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നവർ ഉൾപ്പെടെ 31,000 കുടുംബങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിംഗ് സൌകര്യങ്ങൾ ലഭ്യമായിരിക്കുന്നു. ഈ അക്കൗണ്ട് പ്രവർത്തനം തുടങ്ങണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം പ്രധാനമന്ത്രിയുടെ പുതിയ ഒരു സ്കീമാണിത്. പിന്നെ ഈ സബ്സിഡികളൊക്കെ ഇവിടെ വരുന്നതാണ് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ബാങ്കിന്റെ പ്രവർത്തനം തന്നെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംരംഭത്തിൽ ഭാവി ഗുണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഗ്യാസിന്റെ സബ്സിഡി വരുന്നുണ്ട്. പിന്നെ പല സബ്സിഡിയുള്ള എല്ലാ അക്കൗണ്ടുള്ള ഇത് വരും ദിവസങ്ങളിൽ കുറെ കൂടി കുടുംബങ്ങൾക്ക് അക്കൌണ്ട് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ബാങ്ക് പ്രസിഡന്റ് മനേത് ചന്ദ്രൻ പറഞ്ഞു. 2015 ജനുവരി മാസം 25-ാം തീയതി വരെയായിരുന്നു ജൻധനിൽ അക്കൌണ്ട് എടുക്കാനുള്ള സമയപരിധി. ഈ സമയപരിധിക്കകം 40,000 പുതിയ അക്കൌണ്ടുകളും ആ അക്കൌണ്ടുകൾ സീറോ ബാലൻസ് അക്കൌണ്ടുകളായി തുടങ്ങാം എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും 2 കോടിയോളം രൂപ ഈ അക്കൌണ്ട് മുഖാന്തരം സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു. ജൻധൻ യോജന കൂടാതെ പ്രൈം മിനിസ്റ്റേഴ്സ് സുരക്ഷാ ബീമാ യോജന, ജീവൻ ജ്യോതി ബീമാ യോജന, അദാൽ പെൻഷൻ യോജന തുടങ്ങിയ സാമൂഹിക ഉത്തരവാദിത്തങ്ങളോടെയുള്ള പ്രധാനമന്ത്രിയുടെ മറ്റു പദ്ധതികളും ഏറ്റെടുത്ത് നടത്താനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്. സംസ്ഥാനത്ത് ക്ലാസ് 1 പദവിയും നബാർഡ് റാങ്കിങ്ങിൽ എ ഗ്രേഡും 9% CRAയുമുള്ള ആദ്യ സഹകരണ ബാങ്കാണ് കോഴിക്കോട്ടേത്. പ്രൈം മിനിസ്റ്റേഴ്സ് ജൻധൻ യോജന ബാങ്കിനും ബാങ്കിൽ അക്കൌണ്ട് എടുത്തവർക്കും ഒരുപോലെ മികച്ച നേട്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. പൊതുവഴി കയ്യേറി മതിൽ കെട്ടി അയൽവാസിയായ അബ്ദുൽ നാസർ തങ്ങളെ പീഡിപ്പിക്കുകയാണെന്ന് താമരശ്ശേരി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ വെളപ്പഞ്ചാലിൽ താമസിക്കുന്ന 5 കുടുംബങ്ങൾ ആരോപിച്ചു. സ്ഥലം MLAയും പോലീസും ഇദ്ദേഹത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവര് ബന്ധുവീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ സമയത്ത് തൊട്ട അടുത്തുള്ള അബ്ദുൽ നാസർ എന്ന ഒരു ദുബായിക്കാരനുണ്ട്. അവന് JCB ഉപയോഗിച്ചിട്ട് വഴിയെല്ലാം കൊത്തിയടിച്ചിട്ട് വന്ന് കോമ്പൗണ്ട് വാൾ നിർമ്മിച്ച് വെക്കുന്നു. വെച്ച ഒരു രംഗാണ് ഇവർ തിരിച്ചു വന്ന് ബന്ധുവീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണാനുണ്ടായ സാഹചര്യം. സാധുസേവാ സംഘം തന്ന സ്ഥലത്ത് വഴിയില്ലാതെ ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. വീട്ടിൽ പണി യാതൊരു നിവർത്തിയില്ല. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ യാതൊരു വിഷമത്തിലാണ് ഞാൻ. വഴിയില്ലാതെ വളരെ വിഷമത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അവർക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട്. വാർത്തകളിൽ ഒരിടവേള കൂടി. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. For you, for our Apollo Gold, മാവൂർ റോഡ്, കോഴിക്കോട്.
When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. Globus Fashion celebrate you. Globus, a division of Grandmart Group of Companies. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO, GMP, ISO 9001-2000, HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. മറ്റ് മതഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ടാവുന്നതെന്നും ലോകത്തെ പട്ടിണി മാറ്റാനാണ് ഖുർആനിന്റെ ആഹ്വാനമെന്നും ഗായകൻ VM കുട്ടി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പ്രസിദ്ധീകരിച്ച നോമ്പിന്റെ യാഥാർത്ഥ്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റംസാൻ മാസത്തിൽ പകൽ സമയം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ ആചരിക്കുന്ന റംസാൻ വ്രതാനുഷ്ഠാനം ഇസ്ലാമിന്റെ ഏക പ്രമാണമായ വിശുദ്ധ ഖുർആന് വിരുദ്ധമാണെന്ന് തെളിവുകൾ ഉദ്ധരിച്ച് സമർത്ഥിക്കുന്ന പുസ്തകമാണ് പുറത്തിറക്കിയത്. ചേകന്നൂർ മൗലവി സ്ഥാപിച്ച ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സംസ്ഥാന കമ്മിറ്റി കീഴിലാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. നോമ്പിന്റെ യാഥാർത്ഥ്യം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകം KSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ M. അബ്ദുൾ ജലീലാണ് രചിച്ചിരിക്കുന്നത്. KSS സെന്ററിൽ നടന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗായകൻ VM കുട്ടി നിർവഹിച്ചു. മറ്റ് മതഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ടാവുന്നതെന്നും ലോകത്തെ പട്ടിണി മാറ്റാനാണ് ഖുർആൻ പറഞ്ഞതെന്നും പട്ടിണി കിടക്കാനല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പത്രപ്രവർത്തകനും പ്രഭാഷകനുമായ ജാഫർ അത്തോളി പുസ്തകത്തിന്റെ ആദ്യ കോപ്പി സ്വീകരിച്ചു. സൽക്കർമ്മങ്ങളിലൂടെ മാത്രമേ വിജയം നേടുകയുള്ളൂ എന്ന് മറ്റ് മതഗ്രന്ഥങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങി. ബൈബിള്, തൗറാത്ത്, അത് രണ്ടും ഒരേ തന്നെയാണ്. ആദ്യം പഴയ നിയമം, പിന്നെ പുതിയ നിയമം. അതിനുശേഷം പിന്നെ ഗീത വായിച്ചു, മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു. അതിന്റെ ഇടയിലാണ് അതായത് കേവല പ്രാർത്ഥനകൾ കൊണ്ടോ ആരാധനകൾ കൊണ്ടോ ലോകത്ത് ഇന്നേ വരെ ഒരു പരിവർത്തനമോ ഒരു അഭിവൃദ്ധിയോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ അനുഭവം. ഇന്നേ വരെ KSS സംസ്ഥാന പ്രസിഡന്റ് KK സാലിം ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുത്തൂർ അബൂബക്കർ മൗലവി പുസ്തകം പരിചയപ്പെടുത്തി. സെയ്തലവി അൻസാരി മുഖ്യ പ്രഭാഷണം നടത്തി. ഹംസ പാലക്കി, KK സാലിം, NTA കരീം, MS റഷീദ് തുടങ്ങിയവരും സംബന്ധിച്ചു. അധ്യാപന സഹായിയായി ബ്ലോഗ് ഒരുക്കുകയാണ് ഒരു കൂട്ടം അധ്യാപകർ. മലപ്പുറം പരപ്പനങ്ങാടി സബ് ജില്ലയിലെ അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സഹായകരമാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി ബ്ലോഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ചമ്മാട് തൃക്കുളം ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VD സതീഷ് ബ്ലോഗ് പ്രകാശനം ചെയ്തു. പരപ്പനങ്ങാടി സബ് ജില്ലയിലെ BRCക്ക് കീഴിൽ ചെമ്മാട് തൃക്കുളം ഹൈസ്കൂളിൽ നടന്നുവരുന്ന ക്ലസ്റ്റർ പരിശീലന പരിപാടിയിൽ 4ാം ക്ലാസ് അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സഹായകരമാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി ബ്ലോഗ് തയ്യാറാക്കിയിരിക്കുന്നത്. പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അധ്യാപകർക്കുള്ള കരിക്കുലം നിർദ്ദേശങ്ങളും പുതിയ ആശയങ്ങളും ഇതുവഴി പങ്കുവയ്ക്കാനാകും. അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇത്തരത്തിലൊരു ആശയമുണ്ടായതും ബ്ലോഗ് ഒരുക്കാൻ സഹായകമായതും. അധ്യാപകർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള അവസരവും ബ്ലോഗിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ യഥാസമയം ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യും. വീഡിയോ അടക്കമുള്ള ഇത്തരം വിവരങ്ങൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ബ്ലോഗ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ ലഭ്യമാകാൻ www.lpteachers.blogspot.in സന്ദർശിച്ചാൽ മതി. ചെമ്മാട് തൃക്കുളം ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VD സതീഷ് ബ്ലോഗിന്റെ പ്രകാശനം നിർവഹിച്ചു. BPO P കൃഷ്ണൻ മാസ്റ്റർ, KC മോഹനൻ, T ബാലു മാസ്റ്റർ, ശ്രീജിത്ത് P തുടങ്ങിയവർ സംസാരിച്ചു.
ശരവണ ഭവമഠം വിദ്യോത്സവം കല്ലുത്താൻ കടവിൽ നടന്നു. ശരവണ ബാബാജിയുടെ കാർമ്മികത്വത്തിൽ വിദ്യാഗോപാല മന്ത്രോപദേശം, പഠനോപകരണ വിതരണം, തൊഴിലുപകരണ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. കൌൺസിലർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി എൻ വാസുദേവൻ, പ്രമോദ് പ്രഭാകർ, പി റിലേഷ് ബാബു, രാധാകൃഷ്ണൻ മയിലാടുംകുന്ന് എന്നിവർ നേതൃത്വം നൽകി. നിർധനർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യവുമായി ശരവണഭവ മഠം വർഷം തോറും നടത്തിവരുന്ന വിദ്യോത്സവം പരിപാടിയുടെ ഭാഗമായി നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കല്ലുത്താൻ കടവ് ശരവണഭവ മഠത്തിൽ നടന്ന ചടങ്ങിൽ സ്വാമി ശരവണഭാവ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമിയുടെ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത നിർധനരായ 10 സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകളും 1000-ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യോത്സവത്തിന്റെ ഭാഗമായി വിദ്യാഗോപാല മന്ത്രോപദേശവും സ്വാമി കുട്ടികൾക്ക് നൽകി. വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ കുണ്ടുപറമ്പ്, കൊറ്റയാടത്ത് ഭഗവതി ക്ഷേത്രം, പാവങ്ങാട്, എലത്തൂർ, കൊയിലാണ്ടി, മാറാട്, മയിലാടുംകുന്ന് എന്നിവിടങ്ങളിലും വിദ്യോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. മൊത്തം 6000-ഓളം നിർധന വിദ്യാർത്ഥികൾക്കാണ് ഇതുവഴി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ശരവണഭവമഠം ട്രസ്റ്റി എൻ വാസുദേവൻ സംസാരിച്ചു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതവും ദർശനവും ഉൾപ്പെടുത്തി അറബിയിൽ ഡോക്ടർ പി.ടി. അബ്ദുറഹ്മാൻ രചിച്ച ജീവചരിത്രം ഇന്നഹു ശംസുൽ ഉലമ പ്രകാശനം ചെയ്തു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇ.കെ. അബൂബക്കർ പുസ്തകം സ്വീകരിച്ചു. 4 പതിറ്റാണ്ടോളം സമസ്ത കേരള ജമീയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയായിരുന്ന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതവും ദർശനവും പ്രതിപാദിക്കുന്ന ഇന്നഹു ശംസുൽ ഉലമ അറബി പുസ്തകം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ശംസുൽ ഉലമയുടെ പൗത്രൻ ഇ.കെ. അബൂബക്കർ ഹുദവിക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം ചെയ്തത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷം വഹിച്ചു. മൌലാന ആസാദ് ദേശീയ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാജ മുഹമ്മദ് ഷാഹിദ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രന്ഥകർത്താവ് ഡോക്ടർ പി.ടി. അബ്ദുറഹിമാൻ പുസ്തകം പരിചയപ്പെടുത്തി. അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, എം.ടി. അബ്ദുള്ള മുസ്ലിയാർ, പ്രൊഫസർ കെ. ആലിക്കുട്ടി മുസ്ലിയാർ, സി.കെ.എം. സ്വാദിഖ് മുസ്ലിയാർ, മുഹമ്മദ് കോയ തങ്ങൾ ജുമലേലി, മുസ്തഫ ഫൈസി, ഡോക്ടർ ആസിം അഷ്റഫ് ജെയ്സി, ഉമർ ഫൈസി മുക്കം, എ.വി. അബ്ദുറഹിമാൻ മുസ്ലിയാർ, കെ.എ. റഹ്മാൻ ഫൈസി, കുട്ടി ഹസൻ ധാരിമി, പി.കെ. അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി, ഹക്കീം ഫൈസി ആദർശേരി, കെ. മുഹമ്മദ് ഫൈസി, കെ. മോയിൻകുട്ടി, നാസർ ഫൈസി കൂടത്തായി, അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്, മുസ്തഫ മുണ്ടുപാറ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. മുസ്ലിം യൂത്ത് ലീഗ് മുൻ സംസ്ഥാന ട്രഷറർ പി.എം. ഹനീഫിന്റെ 2ാം അനുസ്മരണ സമ്മേളനം മെയ് 24 ഞായറാഴ്ച കോഴിക്കോട്ട് നടക്കും. വൈകിട്ട് 3 മണിക്ക് സ്പാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ഉദ്ഘാടനം ചെയ്യും. സ്മരണിക പ്രകാശനം ഫ്രണ്ട്ലൈൻ അസോസിയേറ്റ് എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുൾ സമദ് സമദാനിക്ക് നൽകി നിർവഹിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൈക്കാട്രിക് സൊസൈറ്റി കേരള ഘടകം, കോഴിക്കോട് സൈക്കാട്രിക് ഗിൽഡ്, IMA കോഴിക്കോട്, IMA മാനസികാരോഗ്യ സംസ്ഥാന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മെയ് 23-ന് 4-ന് വൈകിട്ട് 5 മണിക്ക് IMA ഹാളിൽ ലോക സ്കിസോഫീനിയ ദിനാചരണം സംഘടിപ്പിക്കുന്നു. M.K. രാഘവൻ MP ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. മനോവൈകല്യം നേരിടുന്നവർക്ക് സംസ്ഥാനത്ത് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ സമാഹരിച്ച് സൈക്കാട്രിക് സൊസൈറ്റി കേരള ഘടകം പ്രസിദ്ധീകരിക്കുന്ന പരിരക്ഷ എന്ന കൈപ്പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്നും സാരഥികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടും CBI അന്വേഷണത്തിന് സർക്കാർ കാലതാമസം വരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരൻ. സംസ്ഥാനത്ത് ഭരണമില്ലെന്നും സർവത്ര വികസന മുരടിപ്പാണെന്നും P. കരുണാകരൻ MP. KMCSU സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കാത്തിരിപ്പിന് അറുതിയാവുന്നു. കോതി അപ്രോച്ച് റോഡ് 25-ന് ജനങ്ങൾക്കായി തുറക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബസ് ഫാഷൻ സെലിബ്രേറ്റ് യു.